ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യാണ്. ഇന്ന് കോഴിക്കോടാണുള്ളത്. നമ്മുടെ ആസ്ഥാന തട്ടകം, അതായത് നമ്മുടെ മുഹമ്മദ് ഖാൻ്റെ അടുത്താണ് ഇന്നുള്ളത്. മുഹമ്മദ് ഖാ അദ്ദേഹത്തിൻ്റെ മേള നടക്കുന്നതിൻ്റെ ലൊക്കേഷൻ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ലായിരുന്നു. നമ്മളൊരുപാട് സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ വ്യൂവേഴ്സൊക്കെ നമ്മളെ കമാൻഡിൽ വന്നിട്ട് പറഞ്ഞിരുന്നു എവിടെയാണ് ലൊക്കേഷൻ എന്നുള്ളത്. ലൊക്കേഷൻ ഇന്ന് അദ്ദേഹം ഔട്ട് ചെയ്യാണ്. ലൊക്കേഷൻ ഔട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ വൈകാരികരമായിട്ടുള്ള ഒന്ന് രണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു മേളയോട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു പാലിയേറ്റീവ് ടീമും കൂടി ഉണ്ട്. അതിനെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും കൂടി നമ്മളോട് മുഹമ്മദ് ഖാ നമ്മോട് വിശദീകരിക്കും. അതിനുകൂടി നമ്മുടെ മുഹമ്മദ് ഖാനായിട്ട് നമുക്ക് ചോദിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. നമ്മളെ കാത്തുനിന്ന് കുറച്ച് നമ്മുടെ ഈ മേളയോട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പണികളിലായിരുന്നു മുഹമ്മദ് ഖാ. മുഹമ്മദ് ഖാ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് മേള നടക്കാൻ പോകുന്ന ഏരിയയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അതായത് തക്കാരം, ഞാൻ നേരത്തെ കാണിച്ച തക്കാരത്തിൻ്റെ നേരെ അടുത്തായിട്ടുള്ള അതിൻ്റെ പാർക്കിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി കിടക്കുന്നത്. ഈ ഗേറ്റ്, ഇങ്ങനെ ഒരു ഗേറ്റ് കാണാം, ടിൻ ഷീറ്റിലുള്ള ഒരു ഗേറ്റ് കാണാം. അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നമ്മുടെ ആ ഒരു പ്രോപ്പർട്ടി കാണാൻ പറ്റും. ഇത് നേരത്തെ മുഹമ്മദ് ഖാ പറഞ്ഞത് ഇതൊരു വഖഫ് പ്രോപ്പർട്ടിയാണെന്നാണ് പറഞ്ഞത്. വഖഫ് പ്രോപ്പർട്ടി അവർക്ക് റെന്റിന് കൊടുത്തതാണ്. ഏകദേശം ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെ അങ്ങനെ ഒരു സംഗതി ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ കുറ്റിച്ചിറൻ്റെയും അതുപോലെ തന്നെ ഗുജറാത്തി സ്ട്രീറ്റിൻ്റെ ഒക്കെ ഒരു ഭാഗത്ത് ഒരുപാട് ഫാമിലീസ് ഭൂമികൾ വഖഫിന് കൊടുത്തിട്ടുള്ള ഒരുപാട് ഭൂമികളുണ്ട്. ആ ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പം ഇവിടെ ഉള്ളത്. ഈ കാണുന്ന ഈ മുഴുവൻ സ്ഥലത്തുമാണ് നമ്മുടെ മേള നടക്കാൻ പോകുന്നത്. മുഹമ്മദ് ഖാ ഇപ്പോൾ വരാം, നിങ്ങളവിടെ എത്തണം എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് ഖാ വിളിച്ച് പറഞ്ഞതായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്താനുണ്ടായ ഒരു സാഹചര്യം. കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ഗൃഹാതുരത്വം ഉണ്ടാക്കുന്ന ഒരു പ്രോപ്പർട്ടി കൂടിയാണ്. പ്രത്യേകിച്ച് തൊട്ടപ്പുറത്ത് ഒരു മസ്ജിദ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ആ മസ്ജിദ് കാണാം, ഒരു പഴമ നിലനിൽക്കുന്ന ഒരു ഹെറിറ്റേജ് ഒരു സെറ്റപ്പുള്ള ഒരു മസ്ജിദാണ്. അതുപോലെ തന്നെ തൊട്ടടുത്തൊക്കെ പഴയ വീടുകൾ, അങ്ങനെയുള്ള ഒരു നല്ലൊരു പ്രത്യേകിച്ച് നല്ല തണലൊക്കെ ഉള്ള സ്ഥലം. പല മേളകളും നടത്തുന്ന സമയത്ത് പല ആളുകൾക്കും നല്ല പന്തലൊക്കെ ഇടേണ്ടി വരും. പക്ഷേ ഇത് അങ്ങനെയല്ല, നല്ല പച്ചപ്പുള്ള നല്ല അതുപോലെ തണലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് മുഹമ്മദ് ഖാക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു മേളൻ്റെ ഒരു ഉദ്ദേശം തന്നെ അദ്ദേഹം നമ്മളോട് പറഞ്ഞിരുന്നു. അതായത് ഡയറക്റ്റ് ഇനി കാണുമ്പോൾ അദ്ദേഹം തന്നെ പറയും, ഇതിന് ഒരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു പാലിയേറ്റീവിൻ്റെ ഒരു മുഖം കൂടിയുണ്ട് ഈ ഒരു മേളയ്ക്ക്. മുഹമ്മദ് ഖാനെ നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല, അദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പറയാം. അതായത് എന്താ പറയുക, ധാർമ്മികത വെച്ച് പുലർത്തുന്ന ഒരു കച്ചവടക്കാരൻ, പ്രത്യേകിച്ച് യങ്സ്റ്റർ, ഒരു യുവാവ്. ഇത്രയും അതുപോലെ തന്നെ ചാരിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് അദ്ദേഹം കണക്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു സ്റ്റാൾ സന്ദർശിച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു 10 രൂപൻ്റെ കൂപ്പൺ, എന്തെങ്കിലും സാധനം വാങ്ങുമ്പോൾ അവിടുന്ന് ആ കൂപ്പൺ കൊടുക്കും. ആ കൂപ്പണാണ് നമ്മൾ ബോക്സിലിടുന്നത്. ആ ഇതിൽ നിന്നാണ് ഗിവ് അവേ ആയിട്ട് അദ്ദേഹം നമ്മൾ കാണാൻ പോകുന്ന വണ്ടി നറുക്കെടുപ്പിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാ അത് നമുക്ക് വരുന്ന വീഡിയോയിൽ കാണാൻ പറ്റും. ഏതായാലും മുഹമ്മദ് ഖാ വരുന്നുണ്ട്, അദ്ദേഹമായിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഏതായാലും മുഹമ്മദ് ഖാ വന്നിട്ടുണ്ട്. കുറച്ചു നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് നിങ്ങളെ. കുഴപ്പമില്ല, വർക്കിലായിരുന്നു. മുഹമ്മദ് ഖാ നല്ല തിരക്കിലായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം. കാരണം എന്താ വെച്ചാൽ ഏതായാലും പറയാൻ പറഞ്ഞും ചെയ്ത് തുടങ്ങി പറഞ്ഞ പോലെ. പക്ഷേ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് മുഹമ്മദ് ഖാന്റെ കച്ചവടത്തിന്റെ സ്റ്റൈൽ നമ്മളെല്ലാവർക്കും അറിയാലോ. പറഞ്ഞാ പിന്നെ പറഞ്ഞ മാതിരി അതിന്റെ അപ്പുറത്തേക്കില്ല. അപ്പൊ എഫേർട്ട് ഉണ്ട്. നമ്മൾ ഈ വെഹിക്കിൾ സ്റ്റോക്ക് ഡാറ്റാസ് ഉണ്ടാക്കണം, ഓരോ RC ഓണർഷിപ്പ്, ഇൻഷുറൻസ് വാലിറ്റി, ഇങ്ങനെ ഈ ഒരു 100 വണ്ടിൻ്റെത് ഡാറ്റാസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറേ സംഭവങ്ങളുണ്ട്. ഗ്രൗണ്ട് വർക്ക് ഉണ്ട്, ഫ്ലക്സ് വർക്ക്, കാര്യങ്ങളൊക്കെ എല്ലാം കൂടി ചെയ്യാം. അതിന്റെ അടിയിൽ ഇപ്പോൾ ഇതും കിട്ടാതെ അല്ലേ, ഈ ഗ്രൗണ്ട് കിട്ടാനും പ്രയാസം. അത് ഡിലേ ആയി പോയത്. അത് ഒരുപാട് ചളിവിളിയായിട്ട്, കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥന്റെ പ്രശ്നം നമുക്ക് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ചില വെള്ളം മഴ ഇല്ലെങ്കിൽ നമുക്കത്. ഈ ഭൂമി ആരുതായിരുന്നു? ഇത് വഖഫ് ബോർഡിന്റെ ടൈമാണ് ഇവിടെ ഇവര് ഒരു ഫംഗ്ഷന് കൊടുക്കുന്നത്. ശരിക്കും നിങ്ങളാലെ വഖഫ് ബോർഡിന് ചിലപ്പോ ഇനിയിപ്പോ ഫ്യൂച്ചർക്ക് അത്രയും പ്രപ്പോസൽ വരും. ഗ്രൗണ്ട് ഉള്ളത് ആർക്കും അറിയില്ല. ഇത് നിങ്ങൾ കണ്ടെത്തിയതാണല്ലോ. അത് ഞങ്ങളെ ഒരു ഫ്രണ്ട് സർക്കിളിന് സൈറ്റ് ഉണ്ടെങ്കിൽ പോയി നോക്കുന്ന പറഞ്ഞപ്പോ ഞങ്ങളെ സസ്മാൻ കണ്ടപ്പോ അങ്ങനെ ഒരാൾ പരിചയപ്പെടുത്തി വന്നു. പോയി ചോദിച്ചു എല്ലാവരും കൂടെ കാണാം. നല്ലൊരു സൈറ്റാണ്, ബീച്ച് തന്നെയാണ്. ഒരു പാലിയേറ്റീവിനായിട്ട് നിങ്ങൾ അസോസിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലോ, അത് എന്തായിരുന്നു അതൊന്ന് പറയാം. അവരാണ് അവരുടെ കൗണ്ടർ ഇവിടെ ഉണ്ടാവും. അവരുടെ കൗണ്ടർ ഇവിടെ ഉണ്ടാവും. അവർക്കൊരു ഫണ്ട് റൈസിംഗ്
ത്രൂ ഞങ്ങൾ ഇതിൽ ചെയ്യുന്നുണ്ട്. അവരാണ് നമ്മുടെ കൂപ്പൺ. അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോ ഒന്നും ഇല്ലെങ്കിലും അവർ കൂപ്പൺ തരും. ജസ്റ്റ് ആരെങ്കിലും മനസ്സറിഞ്ഞൊരു 10 രൂപയും കൊടുക്കുക, ഒരു കൂപ്പൺ വാങ്ങുക, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നിർബന്ധമില്ല. അതെ അതെ, ചെലവിലേക്ക് അവരെടുക്കും. അവരെ കൗണ്ടറും ഉണ്ടാവും. അവരെന്നാണിത് അവരെന്തെങ്കിലും പേനകൾ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവും. അവർക്കൊരു വരുമാനം. അതും ആരൊക്കെ അസുഖമുള്ള ആൾക്കാർ ഉണ്ടാക്കി കൊടുക്കുന്ന പേനകളാണ്. അവരെ വിൽക്കാൻ വെച്ചതാണ്. അവർക്ക് വിൽക്കാൻ വേണ്ടി പ്രോഡക്റ്റുകൾ സ്പോൺസർ ചെയ്ത് അത് അവരെ ചികിത്സയുള്ള ആൾക്കാർ ഉണ്ടാക്കി കൊടുത്ത പേപ്പർ പേനകള്, പിന്നെ അതേമാതിരി ആന്റി ക്രാഫ്റ്റ് കുറെ സംഭവങ്ങളുണ്ട്, ചിരട്ടോണ്ട് ഉണ്ടാക്കിയ സംഭവങ്ങള്, അതൊക്കെ അവിടെ. ഇനിയിപ്പോ ഞാൻ പറയാ, ഈ നമ്മളെ വീഡിയോ കണ്ടു വരുന്ന ആൾക്കാർക്കും അവർക്ക് അങ്ങനെ എന്തെങ്കിലും പ്രോഡക്റ്റുകൾ അവർ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഇപ്പൊ വെഡിങ്ങിനൊക്കെ ഉപയോഗിച്ച ഡ്രസ്സ് ഒരു വട്ടം ഉപയോഗിച്ചിട്ട് ആരും പിന്നെ ഉപയോഗിക്കുന്നില്ല. അപ്പൊ അതൊക്കെ അവർ സ്വീകരിക്കുന്നുണ്ട്. അവര് അതും തുച്ഛമായ റേറ്റിലാണ് അവര് വിൽക്കുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഈ കൗണ്ടറിൽ അവരെ കൊണ്ട് ഒരു ഉപകാരം ഈ പാലിയേറ്റീവ് ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ. അല്ലാതെ നമ്മളിപ്പോൾ ഒരാളോട് നിർബന്ധിച്ച് അവർക്ക് 10 രൂപ കൊടുക്കണം എന്ന് പറയില്ല. 10 രൂപ ഇല്ലാത്തവർക്ക് ഞങ്ങൾ ഇവിടുന്ന് ഈ ഗിവേക്കുള്ള കാറിന് കൂപ്പൺ കൊടുക്കും. ഏതായാലും നമ്മളെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ പാലേറ്റിന് എന്തെങ്കിലും പ്രോഡക്റ്റ് സ്പോൺസർ ചെയ്യണമെങ്കിൽ ചെയ്തു കൊടുത്താൽ അവർക്ക് വരുമാനമായി. എന്റെ അഭിപ്രായത്തിൽ അവിടെ സന്ദർശിക്കണം നല്ലത്. IPM-ൽ പോയിട്ട് കോളേജിന്റെ ചെസ്റ്റ് ഏതായാലും IPM-ന്റെ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് കണ്ട് ഉപകാരമായിരിക്കും. എത്രയോ അവശരായിട്ടുള്ള രോഗികൾക്ക് ഉണ്ടെങ്കിൽ അവിടെ സൗജന്യമാണ്. അവിടെ കിടത്തി ചികിത്സ സൗജന്യമാണ്, ഭക്ഷണം സൗജന്യമാണ്. നമ്മൾ മെഡിക്കൽ കോളേജിന്റെ കീഴിലാണ്, ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തായിട്ട് IPM. ഒന്ന് പോയിട്ട് അവിടെ സന്ദർശിക്കുക. എത്ര ആൾക്കാർ ഏതായാലും ഇതിലൂടെ അറിയാതെ ഒത്തിരി പേരുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടെന്ന് അറിയാത്ത വീട്ടിൽ കിടക്കുന്ന ഒത്തിരി പേഷ്യൻസുകൾക്ക് അവിടെ ഒരു കൈത്താങ്ങാണ്. അപ്പോൾ അവർക്ക് ഞങ്ങളായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഞങ്ങൾ എന്തായാലും ഈ ഇപ്പൊ അവരില്ലെങ്കിലും നമുക്ക് ഈ ക്രൗഡ് ഇവിടെ ഉണ്ടാവും. അപ്പൊ അതിന്ന് ഒരു ബെനിഫിറ്റ് അവർക്കാണ്. അവരെ സ്റ്റാഫുകളാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഫണ്ടൊക്കെ അവരെന്നാണ് ചെയ്യുന്നത്. നമുക്ക് പറ്റെങ്കിൽ ഒരു 5 രൂപ കൊടുക്കുക, ഒരു 10 രൂപ കൊടുത്താൽ നമ്മൾ ഗീവേ. നമ്മളിപ്പോ വണ്ടി എടുക്കുന്ന ആൾക്കല്ല കേട്ടോ, നമ്മൾ ഡിഫറെന്റ് ആയിട്ട് ചെയ്യുന്നത്. ഇവിടെ വരുന്ന ആൾക്കാണ്. വാഹനങ്ങളില്ലാത്ത ഇവിടെ മേള സന്ദർശിച്ചാലും ഞങ്ങൾ കൂപ്പൺ കൊടുക്കും. ഞങ്ങളിന്നൊരു വണ്ടി വാങ്ങണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഇവിടെ മേളയിൽ ജസ്റ്റ് വരുന്ന ആൾക്കാർ ഞങ്ങൾ ഈ ഗീവനെ കൊടുക്കുന്നത്. 2010 ആണ് അപ്പൊ അതിലൊരു നമ്മളൊരു ഓപ്ഷൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ഒരു 10 വണ്ടി ആർക്കെങ്കിലും സാധാരണക്കാർക്ക് ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിൽ 10 രൂപ മുതലുള്ള 10 വണ്ടി 1 lakh വരെയുള്ള 10 രൂപ ഡിഫറൻസ്. 3, 4, 5 ഒരുപാട് പേര് പറഞ്ഞു ഈ 2 ദിവസം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ട് ഞങ്ങൾ 1 ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന ശനി, ഞായർ, തിങ്കൾ. അതില് ഞായറാഴ്ച 10 മണിക്കാണ് എല്ലാവർക്കും ലീവുള്ള ദിവസമാണ്. ശനിയാഴ്ച 4-ാം തീയതി. അല്ല സോറി, 3, 4, 5. ശനിയാഴ്ച 3 ഞായറാഴ്ച വരുന്നത് 4, തിങ്കളാഴ്ച 5. ഏതായാലും അനൗൺസ് നിങ്ങൾ കേട്ടല്ലോ. നമ്മുടെ നേരത്തെ ഞാൻ കാണിച്ച പോലെ തക്കാരം ഹോട്ടലിന്റെ പാർക്കിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഉള്ളത്. തക്കാരം തന്നെ, തക്കാരം റെസ്റ്റോറന്റിന്റെ അടുത്ത് വന്നാൽ തന്നെ ഒരുപാട് കുറ്റിച്ചിറ ബിരിയാണി ഇതിന്റെ നേരെ പുറകില് കുറ്റിച്ചിറാണ്. നമ്മളെ സൗത്ത് ബീച്ച് അങ്ങനെ പറഞ്ഞ അത് തന്നെ. പിന്നെ ഏതായാലും എല്ലാരും വരിക. പള്ളിയാണത്. ഏതായാലും വെള്ളിയാഴ്ച ഏതായാലും നമ്മളെ മേളയിലുള്ള ടോട്ടൽ വെഹിക്കിൾ നമുക്ക് വ്യാഴാഴ്ച വെള്ളിയാഴ്ചയായിട്ട് ഈ ഗ്രൗണ്ടിലുണ്ടോ 100 വണ്ടിയിൽ കൂടുതൽ. വെള്ളിയാഴ്ചയായിട്ട് നമ്മളൊരു പുതിയ വീഡിയോ വരും. അപ്പൊ ദൂരത്തു നിന്നൊക്കെ വരുന്ന നിങ്ങളെ വ്യൂവേഴ്സിന് അത് ഉപകാരപ്പെടും. അപ്പൊ അതിൽ അവർ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഏകദേശം വെള്ളിയാഴ്ച നമ്മൾ അടുത്ത വീഡിയോ നമുക്ക് ദൂരത്തൊക്കെ വരുന്നവര് ഇവിടെ വന്നിട്ട് നോക്കണ്ട. നമ്മൾ ആ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പറയാം. അപ്പൊ അവർക്ക് താല്പര്യപ്പെടുന്ന വണ്ടി ഉണ്ടെങ്കിൽ ഇത്രയും ദൂരം വരണ്ടല്ലോ. അത് ശരിയാണ്. അത് ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കി കൊടുക്കാം. നമ്മളിവിടെ പ്രിയമുള്ളവരെ, ഓമക്കാൻ്റെ ഗീവ് അവേൻ്റെ വണ്ടിയാണിത്. എന്താ പൊളി വണ്ടി. അത് KL 55 മക്കളെ. ഇതാണ് നമ്മുടെ ഗീവ് അവേൻ്റെ വണ്ടി. ഓക്കെ, നമ്മളെ സുഹൃത്തിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് വാഷ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ഇത് വാഷ് ചെയ്തൊന്നല്ല, ഇത് ഇന്നിപ്പോൾ ഞാൻ എടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട്. അതുകൊണ്ട് പ്രകൃതിയാലെ വാഷായി പോയതാണ്. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ സെക്കൻഡ് ചോയ്സിലാണ് ഉള്ളത്. ഏതായാലും നമ്മളെ മേളയിലേക്കുള്ള കുറച്ച് വണ്ടികൾ ഇവിടെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ആ വണ്ടികൾ ഏകദേശം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവില്ല. ഏതായാലും ആരും കുറ്റം പറയരുത്. അത് മേളയിൽ വന്നോട്ടെ. അത്രയും വണ്ടികളുണ്ട്. അപ്പോൾ പറ്റാത്തൊരു സാഹചര്യമാണ്. അതിന്റെ റൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കിലുള്ളത്. എന്താ പറയുക, നമ്മളെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സിനും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകാൻ. വണ്ടി ഡീറ്റെയിൽ മേളയിൽ വന്നിട്ട് തന്നെ കാണാൻ പറ്റും. മേളയിൽ വന്നിട്ട് തന്നെ കാണാം. ഏകദേശം തന്നെ വണ്ടികളുണ്ട്. വല്ലാതെ ദൂരത്തുനിന്ന് ആളുകൾ വന്ന് ബുദ്ധിമുട്ടരുതെന്ന് കരുതിയിട്ട്
നമ്മൾ അതിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു 100 വണ്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു മാൻ പവർ അല്ല, നമ്മൾ വലിയൊരു കമ്പനി കാര്യങ്ങളൊന്നുമല്ല, മാൻ പവർ ഷോർട്ടാണ്. അപ്പോൾ ഇത്രയും വലിയൊരു മേള ആരും കണ്ടക്ട് ചെയ്യില്ല. നമ്മൾ കഴിഞ്ഞ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. 100 വണ്ടി ഹാൻഡിൽ ചെയ്യാറുള്ള കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അതിന്റെ പ്രൈസ് കാര്യങ്ങൾ ഡീറ്റെയിൽ ഓണർഷിപ്പ് നമ്മളെല്ലാം അതിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. റീപ്ലേസ്മെന്റ് വരെ നമ്മൾ അതിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വരുന്ന ആൾക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതും മാക്സിമം ഞങ്ങൾ തന്നെ അതിന്റെ ഡീറ്റെയിൽ പറഞ്ഞ ആ വണ്ടിന്റെ കല്ല് കരട് കാഞ്ഞീരക്കുറ്റി മുതൽ മുള്ളും മൂർക്കം ഓണർഷിപ്പ് ഇൻഷുറൻസ് വാലിഡിറ്റി റിന്യൂവൽ എന്നാന്നുള്ളത് വരെ നമ്മൾ ഇതിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഒക്കെ ഡിസ്പ്ലേ ഉണ്ട്. ആളുകളെ ബുദ്ധിമുട്ടിക്കുകയില്ല. ഫുള്ള് വണ്ടി നോക്കി കഴിഞ്ഞാൽ ആളുകൾക്ക് ഫുള്ള് മനസ്സിലാകുന്ന രൂപത്തിലാണ് ചെയ്യാൻ പോകുന്നത്. ഏതായാലും മുഹമ്മദ് നമുക്ക് വണ്ടി ഒന്ന് ഇങ്ങനെ ഓടിച്ചൊന്ന് കാണിച്ചുകൊണ്ട് പോവാം. 16 മോഡൽ ഒമ്നി 2-3 ഒമ്നി വരുന്നുണ്ട്. 7 സീറ്റ് സൈലോ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇയോണൊക്കെ 2013 ഇയോണൊക്കെ നമ്മളിതിൽ ഈ മേളയിൽ കൊടുക്കുന്നത് 1,50,000-നാണ്. 2013 മാഗ്ന പ്ലസ് ഉണ്ട്. ഇതൊക്കെ 1.65 ആ റേഞ്ചിൽ. അതേമാതിരി 2015 ഉണ്ട്. ബീറ്റ് ഉണ്ട്. നമ്മൾ ബീറ്റ് വെറും 80 രൂപയ്ക്കായിട്ട് കൊടുക്കുന്നതൊക്കെ മേളയിലാണ്. അവിടെ നെഗോഷ്യബിൾ അല്ല, നമ്മൾ അത്ര മാക്സിമം നെറ്റ് റൈറ്റ് ആണ് ഇതിലിട്ടത്. പിന്നെ നമുക്ക് 75 രൂപയ്ക്ക് സാൻഡ്രോ വരുന്നുണ്ട്. 2024 വരെ പേപ്പറുള്ള വണ്ടിയാണ്. സാൻഡ്രോ ഈ ചോപ്പ് സാൻഡ്രോ ഇതാണ് നമ്മൾ 2 ലാഖിന് ബില്ലായിട്ട് കൊടുക്കുന്ന വണ്ടി. ഒരു 2 ലക്ഷത്തിന് താഴെയായിട്ട് കൊടുക്കുന്ന വണ്ടിയാണിത്. നമ്മൾ എന്തായാലും ഒരു 190ക്ക് തരാം. സൈലോ 2010 7 സീറ്റ് ആണ്. അതേമാതിരി ഡസ്റ്റർ നല്ല ഡസ്റ്റർ ഉണ്ട്. 2012 110 ഡസ്റ്റർ ഉണ്ട് കേട്ടോ. ഇതൊക്കെ 3 ലാഖിന്റെ ഉള്ളിലാണ്. ഫൈനൽ റേറ്റ് ഞങ്ങൾ വെള്ളിയാഴ്ച ചെയ്യുന്ന വീഡിയോയിൽ വരും ഇതിന്റെ ഒക്കെ റേറ്റ്. അതേമാതിരി 2 ലാഖ് റേഞ്ചിൽ 2010 സ്വിഫ്റ്റ് തരാം. 2010 മോഡൽ സ്വിഫ്റ്റ് VDA കേട്ടോ, ഡീസൽ വണ്ടിയാണ്. ഇതൊക്കെ 2 ലക്ഷത്തിന് കൊടുക്കാൻ മേളയിലേക്ക് ഉള്ളതാണ് ഇതൊക്കെ. പിന്നെ സെലേരിയോ ഓട്ടോമാറ്റിക് ഉണ്ട്. ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. 2016 സെലേരിയോ ഓട്ടോമാറ്റിക് ആണ്. ഇതൊക്കെ 3.5-ക്കാണ് മേളയിൽ ഞങ്ങൾ ചെയ്യുന്നത്. 2015 ഓൾട്ടോ ഉണ്ട്. ഇതൊക്കെ 2 ലാഖിന്റെ പുറത്തായിട്ട് വരുള്ളൂ. ഫൈനൽ റേറ്റ് മേളയിലെ ആ വീഡിയോ ഞങ്ങൾ വെള്ളിയാഴ്ച ചെയ്യും, അതിൽ കാണിച്ചു തരാം. നമുക്ക് വെള്ളിയാഴ്ച ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെയ്യാം. എല്ലാ വണ്ടി നിങ്ങൾ ആ ഗ്രൗണ്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ ചെയ്യുന്നത്. 2004 800 ഒക്കെ 35-ന് തരാം. ഐട്ടന് 1 ലാഖിന് താഴെയുള്ള ഐട്ടനാണ്. ആ സിൽവർ കളർ. ഗ്രേ കളറൊക്കെ 110-ന് 110 നമ്പർ വരുന്നതൊക്കെ 110-ന് തന്നെ തരാം. സെയിം നമ്പറും സെയിം റേറ്റും ആണ്. 2010 ഐട്ടന് 140-ന് തരാം. പിന്നെ 2008 ഉണ്ട്. 2016 2019 ഗ്രാൻഡ് ആയിട്ടുണ്ട്. അതിനൊക്കെ മാക്സിമം ഫണ്ടിങ് കയറുന്ന വണ്ടിയാണ്. വാഗ്നർ 2014 ഉണ്ട് അവിടെ. അതൊക്കെ 2,900 ഞങ്ങൾ തരും കേട്ടോ. ഇയോണ് അതേമാതിരി ഒരുപാട് വണ്ടി ഉണ്ട്, പുറത്തുണ്ട്. കുറെ വണ്ടി വാഷിംഗിൽ കിടക്കുന്നുണ്ട്. ക്ലൈമറ്റ് ഒക്കെ അനുകൂലമാവട്ടെ വിചാരിക്കുന്നുണ്ട്. മഴയാണ് ഇത്. ഏതായാലും ഈ വണ്ടികളൊക്കെ ഉള്ളത് നമ്മളെ ഗിവ് അവേ വണ്ടിയാണ്. 2010 മോഡൽ ഓൾട്ടോ ആണ്. നമ്മൾ ഇതിൽ ഒരു ബമ്പർ നറുക്കെടുപ്പിൽ കൂടി കൊടുക്കുന്നത്. അതും നമ്മൾ 15 ദിവസം 1 മാസമൊന്നുമില്ല, ആകെ 3 ദിവസത്തെ നറുക്കാണ്. അതിൽ വരുന്ന ആ 3 ദിവസം വരുന്ന ആൾക്കാരിൽ നിന്ന് ഒരാൾക്ക് നറുക്കെടുത്തിട്ടാണ് ഈ വണ്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ കൂപ്പൺ നമ്മളെ പാലിയേറ്റീവിന്റെ കൗണ്ടറിൽ ഉണ്ടാവും. അവിടെ നിന്ന് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിന് കൂപ്പൺ കിട്ടും. അത് വലിയ എമൗണ്ട് അല്ല കേട്ടോ. ഇനി ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നും ഇല്ലാന്ന് പറഞ്ഞാലും ഞങ്ങൾ കൂപ്പൺ തരും. നിങ്ങൾ മനസ്സറിഞ്ഞ് പാലിയേറ്റീവിന് ഒരു 10 രൂപ കൊടുത്താൽ അവർക്ക് വലിയൊരു സഹായമായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ മേള ഞങ്ങളവിടെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വരിക. അതും വണ്ടി എടുക്കുന്നവർക്കല്ല, വിസിറ്റ് ചെയ്യുന്നവർക്കാട്ടോ ഈ കൂപ്പണ്. അപ്പോൾ ഇതാണ് വണ്ടി കേട്ടോ. ഇത് 3ാമത്തെ ദിവസം വൈകിട്ട് ഇത് നമ്മൾ പ്രഖ്യാപിക്കും. അതും ലൈവാണ്, എല്ലാവർക്കും വന്ന് കാണാം. ഏതായാലും ദൂരന്ന് വരുന്ന ആളുകൾക്ക് പോലെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ എന്തായാലും മേളയിൽ വെക്കുന്ന വണ്ടിയുടെ സ്റ്റോക്ക് ഞങ്ങൾ വെള്ളിയാഴ്ച ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. വന്ന് നമുക്കൊരു വീഡിയോ ഇട്ടിട്ട് ഇടാം. വ്യൂസിന് അത് നോക്കിയിട്ട് അതിൽ അവർക്ക് താല്പര്യപ്പെടുന്ന വണ്ടി ഉണ്ടെങ്കിൽ മതി. അതായത് ഇന്റീരിയറും അതുപോലെ തന്നെ ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ട് എൻജിൻ സ്പേസ് ഡിസ്പ്ലേ ചെയ്യും. അത് ചെയ്യാത്ത കാര്യമാണ്. വണ്ടിയിൽ റൈറ്റ് ചെയ്ത് വെക്കില്ല. ഞങ്ങളത് അതിലും ഡിഫറെന്റ് ആണ്. എല്ലാ വണ്ടിയും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന നെറ്റ് റൈറ്റ് അതിൽ ഡിസ്പ്ലേ ചെയ്യും. നെറ്റ് റൈറ്റ് ബാർഗൈനിങ് ഇല്ലാത്ത ഫൈനൽ റേറ്റ് നമ്മളേതായാലും ചെയ്തിട്ടാണ് ചെയ്യുക. പിന്നെ നമ്മളിപ്പം ഒരു 20 രൂപ കൂട്ടിയിട്ട് ഇവിടെ വന്നിട്ട് എന്തായാലും ബാർഗൈൻ ഉണ്ടാവും. അപ്പോൾ അത് നമ്മളൊരു 20 കൂട്ടിയിട്ട് കസ്റ്റമറെ ബുദ്ധിമുട്ടാക്കണം. നമ്മളെ റൈറ്റ് അതിൽ ഫൈനൽ റൈറ്റ് ആണ്. അപ്പോൾ ഈ വരുന്ന ആൾക്കാർക്ക് അറിയാം അവൻ്റെ അടുത്ത് പോയിട്ട് കാര്യം ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. അവർക്കൊരു വെരിക്ക് വേസ്റ്റ് ആക്കാം. അല്ല നോക്കിയിട്ട് എടുക്കാം. ഏതായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാതെ നമ്മൾ അടുത്ത വെള്ളിയാഴ്ച നമുക്ക് അടുത്ത വെഹിക്കിൾ സ്റ്റോക്ക് ആയിട്ട് നമുക്ക് വരാം.